ഹലോ. ഹലോ. ആ പിന്നെ അളിയ ഇന്നലത്തെ ബാറിനാണ് വിഷയം ഉണ്ടായി അളിയ. വാറിലങ്ങൾ എന്റെ ഞങ്ങളതിൽ എങ്ങനെ പോയപ്പോ ഒരു ചെറിയ അത് വലിയ വിഷയമൊന്നുമല്ല, ചെറിയൊരു ഒന്നും തള്ളു വാക്കേറ്റോ അത്രേ ഉള്ളൂ. അളിയുടെ മുഖം എല്ലാം കൊണ്ട് കമ്മണ്ട എല്ലാം ഊരി പിന്നെ കണ്ണുമെല്ലാം കലങ്ങിയിരിക്കുന്നില്ല. അടി ഇഷ്ടംപോലെ കൊണ്ടുവന്നാ ഞാൻ അറിഞ്ഞു. അടി അങ്ങനൊന്നും കൊണ്ടില്ല, പിന്നെ കുറെ അടിയൊക്കെ കിട്ടി, അല്ലാതെ വേറെന്തോ ചെയ്യാനാ. ആയിരത്തി തൊള്ളായിരത്തി ഒറ്റക്കുള്ളായിരുന്നു. ഇതേ യവന്മാര് 3 പേരുണ്ടായിരുന്നു. ആ യവന്മാര് 3 പേരെന്ന് പറഞ്ഞാൽ താടിയോ കുടിയോ ഉള്ള 3 പേര് അവന്മാര് നിന്നും കഴിക്കുക. നമുക്ക് പറ്റിയെന്ന് അത് പറഞ്ഞാൽ ഞാനും പിന്നെ സുഹൃത്തുക്കാരും വാപ്പായും ഒറ്റയ്ക്ക്. നിങ്ങൾ 3 പേര് ഒറ്റയ്ക്ക്? അവര് 3 പേരുണ്ടായിരുന്നെന്ന്. അളിയൻ 3 പേര്, നിങ്ങൾ 3 പേര്? ഞാനും വാപ്പായും ഇക്കായും ഒറ്റയ്ക്ക്, അവന്മാര് 3 പേരും. ഓ എന്തോ ആ പറയാനാണ്. അങ്ങനെ പറ്റിയതാ. ആണല്ലേ? അങ്ങനെ പറ്റിയതാ. കേസ് കൊടുത്തിട്ടുണ്ട്, അമാരകത്താവും. അളിയ അമാരകത്താവുന്ന ഞാനൊക്കെ അകത്താവുന്ന ഇടി കൊണ്ടാണില്ലേ അവന്മാരിൽ ഇടിച്ചത്. ഇടിയാളിയെ കിട്ടി. ഞങ്ങൾ 3 പേരും ഒറ്റയ്ക്കല്ലോ, അവന്മാര് തടിയെ കൂടിയ ഓളം അവന്മാര് എന്തോ ചെയ്യാൻ, അവന്മാര് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഇത് സംഭവിച്ചത് അറിയോ, എന്റെ മൂക്കാൻ വേണ്ടി ഇടി കൊണ്ടപ്പോഴത്തെ ഇക്ക കയറി ഓടി. ഓ ആരാ നമ്മുടെ സുധീർക്കായി? സുധീർ കയറി ഓടി. വാപ്പ അന്തം വിട്ട് നോക്കി വയ്ക്കുവോ, ആ സക്കത്തിൽ അവന്മാരെ കീറി തന്നെ. ഓ പോട്ട് നമ്മൾ കേസും കൊടുത്തു. ഞാനോട് ഇല്ലാതെ ഭാഗ്യമായി, അല്ലെങ്കിൽ അടി എനിക്കും കൊണ്ടല്ലോ. അളിയോളം എങ്ങനെ അളിയുണ്ടായാലും ഞാനും കൂടിയത്. ശരി, ഓക്കെ.